അവസാനഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പാർട്ടികൾക്കിടയിലുള്ള തലവേദന ജി സുധാകരൻ, കെ സുധാകരൻ, വിമത സുധാകരന്മാരെ കൊണ്ട് ഒക്കെ പാർട്ടികൾക്ക് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട്. കോൺഗ്രസ് സമവായ നീക്കങ്ങളോട് അനുകൂല നിലപാട് സ്വീകരിക്കാതെ നിൽക്കുകയാണ് കെ സുധാകരൻ. സീറ്റ് ചർച്ചകൾക്ക് തിങ്കളാഴ്ച ഡൽഹിക്ക് പോയേക്കില്ല. അതിനിടെ കെ സുധാകരനുമായി രമേശ് ചെന്നിത്തല ഫോണിൽ സംസാരിച്ചു. കടുത്ത നിലപാടുകളിലേക്ക് പോകരുത് എന്നും മാധ്യമങ്ങളെ കാണരുത് എന്നുമാണ് നിർദ്ദേശം. അതേസമയം കെ സുധാകരന് വേണ്ടി ഇന്നും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പറവൂരിലെ ഓഫീസിന് മുന്നിലടക്കം പോസ്റ്ററുകളും ഫ്ലക്സുകളും പ്രത്യക്ഷപ്പെട്ടു. പത്തനംതിട്ട കോന്നിയിൽ അടൂർ പ്രകാശിന് വേണ്ടി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. അതേസമയം കെ എസ് ശബരിനാഥിനോട് അരുവിക്കരയിൽ മത്സരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശവും നൽകി. പാർട്ടി നടത്തിയ 3 സർവേകളിലും അരുവിക്കരയിൽ ശബരിനാഥനാണ് മുൻതൂക്കം. ആർ ശ്രീത്തും അജീഷ് ജയകുമാറും ഷഫീദ് റാവുത്തർ, ലാൽകൃഷ്ണൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ആർ ശ്രീത്തിലേക്ക് തന്നെ പോകുന്നു. ശ്രീത്ത്, ഈ കെ സുധാകരന്റെ കാര്യത്തിൽ എന്താകുമെന്നുള്ളതാണ് കാര്യം. കെ സുധാകരൻ ഒരു തരത്തിൽ അയയുന്നില്ല. കെ സുധാകരന് മാത്രമെന്നാൽ മത്സരിക്കാൻ ഇളവ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശിവഗിരി മഠം പറയുന്നുണ്ട്, അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. മത്സരിക്കാൻ ഇവിടെ സന്നദ്ധരായ ഭൈമി കാമുകുമാര എം പിമാർ വേറെയുമുണ്ട്. ആകെ മൊത്തം ഒരു ഡെഡ് ലോക്ക് അവസാന നിമിഷങ്ങളിൽ ഹൈക്കമാൻഡ് നേരിടുന്നുണ്ടോ ശ്രീജിത്ത്? ഹാഷ്മി, കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ കോൺഗ്രസ് നേതൃത്വവും ഹൈക്കമാൻഡും അഭിമുഖീകരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് KPCCയുടെ മുൻ അധ്യക്ഷനും കണ്ണൂരിലെ അനിഷേധ്യ നേതാവുമായ കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. കെ സുധാകരനെ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം എന്ന ആവശ്യം കെ സുധാകരൻ തന്നെയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകരും അനുകൂലികളും മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, മത്സരിക്കണമെന്ന താല്പര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കെ സുധാകരൻ എത്ര ശ്രമിച്ചിട്ടും തയ്യാറാകുന്നുമില്ല. ഇതാണ് കോൺഗ്രസിനെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. UDFിൽ കെ സുധാകരനും LDFിൽ ജി സുധാകരനും, അങ്ങനെ 2 സുധാകരന്മാർ മുന്നണിക്ക് ഭീഷണി ഉയർത്തുന്നു എന്ന ഒരു ആഖ്യാനത്തിന് ഇട നൽകുന്ന തരത്തിലുള്ള വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അരങ്ങേറുന്നത്. എന്തായാലും 16-ന് രാഹുൽ ഗാന്ധി കെ സുധാകരനെ കാണാനായി ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പു നൽകിയാൽ മാത്രമേ താൻ ഡൽഹിക്ക് വരൂ എന്നൊരു നിലപാട് സുധാകരൻ എടുത്തു. എന്തായാലും സുധാകരൻ്റെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട്, സുധാകരൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടടക്കം കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വം നടത്തുന്നുണ്ട്. കെ സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഓർമ്മക്കുറവുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണക്കിലെടുത്ത് അദ്ദേഹം മാറി നിൽക്കണം. അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആരെയെങ്കിലും കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കാൻ തുടങ്ങിയ സമവായ ഫോർമുലകളൊക്കെ തന്നെ ഉരുത്തിരിയുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും ചെവി കൊടുക്കാതെ കെ സുധാകരൻ ഒറ്റ നിലപാട് നിൽക്കുകയാണ്. കണ്ണൂരിൽ തനിക്ക് വീണ്ടും മത്സരിക്കണം, അതിനെ ആക്കം കൂട്ടാനും അതിനെ എരിവ് പകരാനും ധാരാളം അനുകൂലികളും ആരാധകരും രംഗത്തുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കെ സുധാകരന് വേണ്ടി പോസ്റ്ററുകൾ പതിക്കുന്ന സ്ഥിതിയും ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് തലവേദനയായി മാറുകയാണ് ഈ MPമാരുടെ മത്സരിക്കാനുള്ള താല്പര്യം. ഓക്കെ, അജീഷ് ജയകുമാർ കൂടി കണ്ണൂരിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ചേരുന്നു. അജീഷ്, ഈ കെ സുധാകരൻ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നതിൽ വിമുഖത കാണിക്കുന്ന ആളല്ല. അത് ഏത് കടുത്ത വിമർശനം അദ്ദേഹം നടത്താറുണ്ട്. ഫേസ്ബുക്കിൽ ഈ പറയുന്ന അങ്ങേറ്റം വൈകാരികമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടു. അതേ വീട്ടിൽ തന്നെയാണോ ഉള്ളത്? എന്താണ് കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? സീറ്റില്ലാതെ ഒരു പരിപാടിയില്ല, വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടിയില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ കെ സുധാകരൻ? അജീഷ്. ഹാഷ്മി, കെ സുധാകരൻ ഇപ്പോഴും കണ്ണൂരിലെ നടാലിലുള്ള വീട്ടിൽ തന്നെയാണുള്ളത്. ഇന്ന് ചില പൊതുപരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇതുവരെ വീട്ടിൽ നിന്ന് ഇന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇന്ന് കുറച്ച് പൊതുപരിപാടികളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഒരു പ്രതികരണം നടത്തുമുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ഈ മാധ്യമങ്ങളും ഉള്ളത്. ഇന്നും അതേപോലെ ഇന്നലത്തെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ തന്നെ വീണ്ടും ഈ കണ്ണൂർ നടാലിലെ വീട്ടിൽ അദ്ദേഹത്തെ കാണാൻ എത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 9 മണിയോടെയാണ് രമേശ് ചെന്നിത്തല കെ സുധാകരനുമായി ഫോണിൽ സംസാരിച്ചത്. പ്രധാനമായും ഈ മാധ്യമങ്ങളെ കാണരുത്, കടുത്ത നിലപാട് എടുക്കരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് രമേശ് ചെന്നിത്തല കെ സുധാകരൻ നൽകിയത്. മാത്രമല്ല, കെ സുധാകരൻ കണ്ണൂർ സീറ്റിൽ മത്സരിക്കണം എന്ന ഒരു നിലപാടാണ് രമേശ് ചെന്നിത്തലയും സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞതുപോലെയുള്ള ഈ ഒരു ഉറപ്പൊന്നും കേന്ദ്ര നേതൃത്വം ഇതുവരെയ്ക്കും കെ സുധാകരന് നൽകിയിട്ടില്ല. ഉറപ്പ് കിട്ടാതെ ഡൽഹിയിലേക്ക് പോകില്ലെന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സുധാകരൻ ഇപ്പോഴും ചെയ്യുന്നത്. കാരണം ഡൽഹിയിൽ 16-ാം തീയതി പോകാൻ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ കണ്ണൂർ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് കെ സുധാകരൻ ഇപ്പോഴും ചെയ്യുന്നത്. സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമാവാതെ ഒരു ചർച്ചയ്ക്കും ഇല്ലെന്നുള്ളതാണ് സുധാകരന്റെ നിലപാട്. AICC പറയാതെ ഉറപ്പ് നൽകാനാവില്ലെന്ന് കേരള നേതൃത്വം സുധാകരൻ അറിയിക്കുന്നുണ്ടെങ്കിലും അതിന് വഴങ്ങുന്നില്ല കെ സുധാകരൻ. ഇപ്പോഴും കണ്ണൂരിൽ തന്നെ തുടരുകയാണ്. ഈ പോകുന്ന കാര്യത്തിൽ ഇതുവരെയ്ക്കും ഒരു തീരുമാനമായിട്ടില്ല. അതിലൊരു അനിശ്ചിതത്വം തുടരുകയാണ്. എന്തായാലും ഇന്ന് വൈകിട്ടോടെ തന്നെ ഈ കേന്ദ്ര നേതൃത്വം എന്തെങ്കിലും ഒരു തീരുമാനം അറിയിക്കുമെന്നും അറിയതിനു ശേഷം നിലപാട് പറയാമെന്നാണ് സുധാകരൻ ക്യാമ്പ് വ്യക്തമാക്കുന്നത്. ഓക്കെ, എന്തായാലും സീറ്റ് എനിക്ക് വേണം എന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ് KPC. അതേ മുൻ KPC അധ്യക്ഷനായിരുന്നു, MP ആണ്. അപ്പോൾ പാർട്ടിയുടെ പദവികളൊന്നും കിട്ടാത്ത ആളല്ല കെ സുധാകരൻ. പിന്നെയും ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് തന്നെ സീറ്റ് വേണം എന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ എന്നൊക്കെ അദ്ദേഹം ഒക്കെ ആലോചിക്കേണ്ടതാണ്. കാര്യം പുതിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ വരണമല്ലോ. ഈ പറയുന്ന
എല്ലാ കാലവും ജയിച്ചും എല്ലാ കാലവും പടർന്നു പന്തലിച്ച വടവൃക്ഷങ്ങൾ മാത്രം വടവൃക്ഷങ്ങളായി എന്നാൽ മതിയോ? പുതിയ ആൾക്കാർ കൂടെ അവസരങ്ങളൊക്കെ വേണ്ടേ എന്നത് അവരവരെ ആലോചിക്കേണ്ടതാണ്. പക്ഷേ അധികാരം, കസേര അതൊന്നും ചെറിയ കാര്യങ്ങളല്ല. ലാൽകൃഷ്ണ കൂടി ചേർന്നു കൊച്ചിയിൽ നിന്നും. ലാൽ, ഇവിടെ ദീപ്തി മേരി വർഗീസ് ഇന്നലെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലോട്ടൊന്നും എത്തിയിരുന്നില്ല. പക്ഷേ ദീപ്തി തുറന്നു പറയുകയാണ്, അതായത് അവിടെ അധ്യക്ഷ സ്ഥാനത്ത് ഒഴിവാക്കുമ്പോൾ എനിക്ക് ചില ഉറപ്പുകൾ കിട്ടിയിരുന്നു. ആ ഉറപ്പുകൾ നേതൃത്വം നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷ. തൃക്കാക്കര അല്ലെങ്കിൽ ചലഞ്ചിങ് ആ മറ്റൊരു സീറ്റിൽ മത്സരിക്കാനും ഞാൻ സജ്ജമാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഒരു എന്താണ് കഠിനമായ ആഗ്രഹം തുറന്നു പറയുന്നു. അതൊരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തിയോ എന്ന് പറയാനായിട്ടില്ല. ദീപ്തിയുടെ കാര്യം എങ്ങനെയാണ്? അവിടെ ഇന്നിപ്പോൾ കൊച്ചിയിലും പോസ്റ്ററുകൾ പതിച്ചല്ലോ. ആ പോസ്റ്ററുകൾ പതിച്ചത് ആരാണ്? കെ സുധാകരന് വേണ്ടി. ലാൽ, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. കെ സുധാകരന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകളെല്ലാം കണ്ടത് UDF-ന്റെ MLA-മാരുള്ള ഇടങ്ങളിലാണ്. തൊടുപുഴ, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, പറവൂർ എന്നിങ്ങനെ ശ്രദ്ധേയമായ ഇടങ്ങളെല്ലാം തന്നെ എന്ന് പറയുന്നത് കെ സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ആളുകളാണ്. അതിനകത്ത് പറവൂരിലെ VD സതീശൻ്റെ ഓഫീസിന് മുന്നിൽ പോലും ഈ പോസ്റ്റർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഒരു ഉറപ്പ് നൽകിയാൽ മാത്രം മതി, 140 മണ്ഡലങ്ങളിൽ എവിടെ വേണമെങ്കിലും ഉറപ്പായിട്ടും ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കെ സുധാകരൻ. അത് ധർമ്മടത്താണെങ്കിൽ ധർമ്മടത്ത്, മറ്റൊരിടത്താണെങ്കിൽ അവിടെയും മത്സരിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് വേണ്ടി ആ ഉറപ്പ് പാലിക്കുന്നതിന് വേണ്ടി ഞങ്ങളും ഒറ്റക്കെട്ടായി ഇറങ്ങിക്കഴിഞ്ഞു എന്ന് സേവ് കോൺഗ്രസ് എന്ന പേരിലുള്ള ഒരു പോസ്റ്ററാണ്. എല്ലായിടത്തും ഇന്നലെ രാത്രി തന്നെയാണ് പോസ്റ്റർ വന്നത്. എല്ലായിടത്തും ഒരേ പോസ്റ്റർ തന്നെയാണ് വന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കെ സുധാകരന് വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ ഇത്രയധികം പ്രചാരണ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ, എങ്ങനെ, ഏത് ഘട്ടത്തിലുണ്ടായി എന്ന കാര്യങ്ങളെല്ലാം വളരെ സംശയാസ്പദമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിന് മുന്നിൽ മാത്യു കുഴൽനാടൻ്റെ വികസന സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഫ്ലെക്സിന് താഴെ, അതോടൊപ്പം PJ ജോസഫിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ, അങ്ങനെ ശ്രദ്ധേയമായ ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ വന്നിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രചരണ പോസ്റ്ററിന് ചൂട്ടിൽ പോലും അത്തരം ഫ്ലെക്സുകൾ കാണാൻ സാധിച്ചിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് എറണാകുളം ജില്ലയിൽ നിന്ന് പോലും ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ആ ഫ്ലെക്സ് ബോർഡുകളുടെ എല്ലാവരുടെയും സ്ഥാനം കണ്ടെത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദീപ്തി മേരി വർഗീസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ഉറച്ച കോട്ടയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 5 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ, UDF-ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ആ 5 സീറ്റുകളടക്കം തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളതാണ്. CPIM-ന്റെ വിലയിരുത്തൽ അവർക്ക് ഉറപ്പുള്ളത് 2 സീറ്റാണ് എന്നുള്ളതാണ്. മറ്റു സീറ്റുകളിൽ കർശനമായ മത്സരം നടക്കും എന്ന കാര്യം അവർക്ക് തന്നെ ഉറപ്പുണ്ട്. അത്തരം കാര്യങ്ങളിൽ വലിയ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം ജില്ല കൂടിയാണ്, അങ്ങനെ വലിയൊരു കോമ്പറ്റീഷനിലേക്ക് പോയി ജില്ല ഒട്ടാകെ പിടിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് നിൽക്കുമ്പോഴാണ് ഇതിനുള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ദീപ്തി മേരി വർഗീസ് നേരത്തെ ഉള്ളൊരു ക്ലെയിം, അവർക്ക് ഉറപ്പ് നൽകിയ ഒരു വാഗ്ദാനത്തെക്കുറിച്ച് തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. തനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് നേരത്തെ നൽകിയിരുന്നു, അത് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നൽകിയതാണ്. ആ ഉറപ്പ് പാഴാകാൻ പാടില്ല എന്ന കാര്യമാണ് അവർ പറയുന്നത്. 33% പ്രാതിനിധ്യം എന്നുള്ളതാണ്. അത് എറണാകുളം ജില്ലയിൽ ഒരു വനിതാ പ്രാതിനിധ്യം എന്നുള്ളത്, നിലവിലൊരു വനിതയുണ്ട് MLA ആയിട്ട് UDF-ന്. പക്ഷേ അത് കൂടാതെ തനിക്ക് കൂടി ഒരു പ്രാധാന്യം, അത് തൃക്കാക്കര വേണം എന്ന് താൻ ഡിമാൻഡ് ചെയ്യുന്നില്ല, പക്ഷേ മറ്റെവിടെയെങ്കിലും തനിക്കൊരു സീറ്റ് തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത് എന്ന് ദീപ്തി മേരി വർഗീസ് പറയുന്നുണ്ട്. കടുത്ത നടപടികളിലേക്ക് ഹൈക്കമാൻഡ് പോകില്ല എന്നൊരു പ്രതീക്ഷ കൂടി ദീപ്തി മേരി വർഗീസിനുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചി അല്ലെങ്കിൽ തൃക്കാക്കര ഏതെങ്കിലും ഒരു സീറ്റിൽ ദീപ്തി മേരി വർഗീസിനെ സ്ഥാനാർത്ഥിയായി കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ദീപ്തിയുമായിട്ടുള്ള അടുത്ത വൃന്ദങ്ങളുടെയും പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.